ഹേറ്റേഴ്സിനോട് അഭിനയിക്കാൻ അറിഞ്ഞൂടാന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ ഇപ്പൊ കുറെ ദിവസം കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അവരുടെ അടുത്ത് പറയാണ്, പോയി പടം കാണടാ, പോയി പടം കാണാൻ അണ്ണാക്കിലിട്ട് കൊടുത്തിട്ടുണ്ട്. പുള്ളി ബസ്സിൽ വരുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു കുഞ്ഞൊരു കയറ്റം, ഒരു ഹമ്പ് വരുമ്പോഴത്തേക്കും പുള്ളിക്ക് അത് മനസ്സിലാവും. ഇല്ല, അത് തിരിച്ചടിയാ. എല്ലാരും വന്ന് കാണണം. ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർക്ക് വന്ന് കാണേണ്ട ഒരു ഇതാ. ലാലേട്ട് ഇന്റർവ്യൂല് പറഞ്ഞ ഒരു പടം കൊണ്ട് എല്ലാം മാറി പറഞ്ഞു. നല്ല സിനിമയായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. മോഹൻലാലിൻ്റെ നല്ല പെർഫോമൻസ് ആയിരുന്നു, സൂപ്പറായിരുന്നു. നന്നായിരുന്നു നല്ല പടം, എല്ലാവരും കാണും. പടം കൊള്ളാം ചേട്ടാ, നൈസാണ്, നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അനശ്വര ആയാലും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല പടം, കൊള്ളായിരുന്നു. നല്ല പടം, സൂപ്പർ പടം. ലാലേൻ്റെ പെർഫോമൻസ് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല, നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അനശ്വരയുടെ പെർഫോമൻസ് ആണ് ഏറ്റവും എടുത്ത് പറയാനുള്ളത്. കാര്യം പുള്ളിക്കാരിയുടെ സൂപ്പർ സ്റ്റാറിനെ മറ്റുള്ള സിനിമകളെ പോലെ അത്ര നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. കാര്യം കാണുമ്പോൾ നമുക്ക് കണ്ണ് നിറഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും. പിന്നെ ജി ജോസഫിൻ്റെ ഡയറക്ഷൻ, പിന്നെ കുറച്ച് സ്ക്രിപ്റ്റ് എല്ലാം വളരെ നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സിനിമ അടിപൊളി സിനിമ, കുഴപ്പമില്ല. കുറച്ച് നാൾ കഴിഞ്ഞിട്ടൊരു നല്ലൊരു മൂവി കണ്ടതുപോലെ ഉണ്ട്. കുഴപ്പമില്ല, നല്ല മൂവിയാണ്. ഓൾ ഇൻ ഓളാണ്, എമോഷണൽ മൂവിയാണ്. ഗേൾസ് ഒക്കെ കാണണം. ഇല്ല, അത് തിരിച്ചടിയാ. നല്ലൊരു മൂവിയാണ്, അത് എല്ലാവരും വന്ന് കാണണം. ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർക്ക് വന്ന് കാണേണ്ട ഒരു ഇതാ. സൂപ്പറാണ്, സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നന്നായിട്ട് അഭിനയിച്ചു. ആര് പറഞ്ഞു? നല്ലായിരുന്നു, നല്ല സിനിമയായിരുന്നു. ഫസ്റ്റ് ഹാഫൊക്കെ നല്ല ഇതായിരുന്നു. അപ്പോൾ സെക്കൻഡ് ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെയായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. നല്ല മൂവിയായിരുന്നു. അനശ്വര രാജൻ അടിപൊളിയായിരുന്നു, മോഹൻലാലും സൂപ്പറായിരുന്നു. ഞെട്ടിച്ചു വെച്ചാൽ ഇതൊരു നോർമൽ മൂവിയാണ്, ഭയങ്കര ഒരു മാസ് മൂവിയല്ല, നോർമൽ. പടം അടിപൊളി പടം. ലാലേട്ട് തിരിച്ചു കണ്ടിട്ടുണ്ട്. സീനാണ്. ഇന്റർവൽ ബ്ലോക്കൊക്കെ പൊളിയാണ്. ഇന്റർവൽ ബ്ലോക്ക് ലാലേട്ട് ഇന്റർവ്യൂല് പറഞ്ഞ പോലെ തന്നെ ഒരു പടം കൊണ്ട് എല്ലാം മാറി പറഞ്ഞു. ഇനി ലാലേട്ടൻ തന്നെ അങ്ങോട്ട്, അത്രേ ഉള്ളൂ. ഇപ്പോൾ വിഷയം പടം ലാലേട്ടൻ 2023 ഡിസംബർ മാസം എടുത്തിരിക്കുകയാണ്. ന്യൂ ഇയർ തുടങ്ങണത് ലാലേട്ടൻ്റെ അവസാനത്തെ പടം വെച്ചിട്ടാണ്. കിടിലം പടം, മസ്റ്റ് വാച്ച് ആണ്. ഈ അഭിനയിക്കാൻ അറിഞ്ഞൂടാന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ ഇപ്പൊ കുറെ ദിവസം കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അവരുടെ അടുത്ത് പറയാണ്, പോയി പടം കാണടാ, പോയി പടം കാണാൻ അണ്ണാക്കിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കോർട്ട് റൂം സീനാണ്, ഫുൾ കോർട്ട് റൂം സീൻസ് ആണ്. അതിൻ്റെ അകത്ത് ലാലേട്ടൻ അങ്ങോട്ട് സിദ്ധിക്കണ ഒരു മോനെ പറയാൻ പറ്റാത്തത്ര രോമാഞ്ചമായിരുന്നു. കാണണം, മസ്റ്റ് വാച്ചാണ്. ഹേറ്റേഴ്സിനോട് മോനെ ലാലേട്ടൻ പടം പൊട്ടി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നല്ലോ, നിങ്ങൾ മസ്റ്റായിട്ട് ആദ്യം വന്ന് ഈ പടം കാണണം. അതിനുശേഷം ലാലേട്ടൻ പണ്ട് വെച്ചിരുന്ന കുറച്ച് പടമുണ്ട്, ഒരു ബ്രാൻഡാണ് ലാലേട്ടൻ. അത് അന്നും ഇന്നും ഇനി ഇവിടെ തന്നെ കാണും. കാരണം നമ്മൾ അതിഭാവുകത്വങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു കൺസെപ്റ്റിൽ വന്നിട്ട് നമ്മൾ ട്രെയിലറിൽ കാണുന്നതിൻ്റെ ഒരു ട്രെയിലറിൽ നമ്മൾ കാണുമ്പോഴത്തേക്ക് നമുക്കൊരു ചുരുക്കം കിട്ടും. അതിനുള്ള എങ്ങനെയാണ് അത് അൺഫോൾഡ് ചെയ്യുന്നുള്ള രീതിയിലാണ് കഥ നടക്കുന്നത്. നമ്മൾ മോഹൻലാലിനെ നമ്മൾ സിമ്പിളായിട്ട് അത് അവർ അധികമായിട്ട് പുഷ് ഒന്നും കൊടുത്തിട്ടില്ല. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നല്ലൊരു രീതിയിലുള്ള പെർഫോമൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഇമോഷണലി ഇപ്പം ഗരുഡൻ എന്നൊരു സിനിമ വന്നു, അതേ ഒരു തലത്തിലെന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും കുറച്ചുകൂടി ഒരു ഇത്. പിന്നെ എനിക്കിത് എടുത്തു പറയാനുള്ള ഒരു കാര്യം, നമ്മൾ അന്ധനായിട്ടുള്ള ഒരു വ്യക്തി, കാരണം എനിക്കൊരു പുള്ളീനെ അറിയാം. ഞാനത് പറയുന്ന കാരണം എൻ്റെ വീടിനടുത്തൊരു അന്ധനായിട്ടുള്ളൊരു വ്യക്തി താമസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം ഞാനൊരിക്കൽ ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞത്, പുള്ളി നമ്മൾ ഒരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി ബസ്സിൽ വരുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു കുഞ്ഞൊരു കയറ്റം, ഒരു ഹമ്പ് വരുമ്പോഴത്തേക്കും പുള്ളിക്ക് അത് മനസ്സിലാവും. അപ്പം ഞാനത് ജസ്റ്റ് ഒരു സിനിമയുടെ കൂടെ ഒരു ഇതായിട്ട് പറഞ്ഞതേ ഉള്ളൂ. കാരണം നമ്മൾ സാധാരണ നമ്മളതൊന്നും ശ്രദ്ധിക്കാറില്ല. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു, നമ്മൾ കാണാത്തൊരു വ്യക്തി അത്രത്തോളം സെൻസ് ഉപയോഗിക്കും എന്നുള്ള ഒരു രീതിയിൽ, അതാണ് ഈ സിനിമയുടെ ഒരു അങ്ങനത്തെ രീതിയിൽ.